അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് രണ്ട് തിരക്കുകളായതുകൊണ്ട് ഇടപെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും സൽമാൻ അസേരി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു. ഒരു 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 പരിപാടി കണ്ടപ്പോൾ അത് വല്ലാതെ പറഞ്ഞല്ല സൽമാൻ അസേരി ഉസ്താദ്. നിങ്ങൾ വട്ടൂരിനെ എന്താ ഇപ്പം നിങ്ങൾ അങ്ങനെ കളിയാക്കിയത്? ഔ ഔ ഒരു ആകെ ഏപ്പിക്കാരൻ കെട്ട് ഒലിച്ച് പറഞ്ഞേക്കാൻ വേണ്ടിക്കാണ്ട് ഒരുങ്ങിക്കാണ്ട് നിൽക്കണ വട്ടൂരികളെ പെട്ടെന്ന് നിങ്ങൾ ഇടപെട്ടപ്പോൾ ആകെ കെട്ട് ഇടങ്ങാറായല്ലോ അപ്പം അത്. ഏതായാലും സൽമാൻ അസേരി ഉസ്താദ് പറയുന്നുണ്ട് വട്ടൂരിനെ പറ്റിയിട്ട്, അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഷെയ്ഖ്. അതുകൊണ്ടാണ് ഞാൻ കോമാടൻ തൊലിയക്കത്ത് എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഈ പറച്ചിലൊക്കീനും പറഞ്ഞിട്ടും കോമാടൻ തൊരീക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓ ഇതിപ്പോ പിടുത്തം വിട്ടു. നൗഷോ കോമാടൻ തൊരീക്കത്തിലാണ് ഇപ്പൊ ഉള്ളതിലേടാ. അത് ശരി. അല്ലാതെ അവരുടെ തൊലിയക്കത്തിന് അവർ കോമാടൻ തൊലിയക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ടല്ല. കോമാട്ടുചാലിൽ അബ്ദുള്ള ഷെയ്ഖായ തൊലിയക്കത്ത് എന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവാൻ കോമാടൻ തൊലിയക്കത്ത് എന്ന് ഉപയോഗിച്ചതാണ്. അത് ശരി. അത് നൗഷാദിനെ പറ്റി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിക്കൊണ്ട് കോമാടൻ തൊരീക്കത്ത് എന്നുള്ളത് ഉപയോഗിച്ചാണ്. അങ്ങനെ ആ യാസരി ഉസ്താദ് നിങ്ങളെ കോമാടൻ തൊരീക്കത്ത് എന്ന് കേട്ടപ്പേ ഇപ്പൊ പുതിയ ഓനെ അങ്ങനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ അവിടെ എത്തിയല്ലോ പഠിച്ചോനെ. ഇനിയിപ്പോ ആ ചെങ്ങായി ആകെ നിക്കക്കള്ളില്ലാതെയും ചെക്കള്ളില്ലാതെയും ആകുമല്ലോ എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ തന്നെ അയക്കണ്. ഏതാവട്ടെ, ഇയാൾ AP വിഭാഗത്തിൻ്റെ ശക്തനായ പ്രഭാഷകനും ദുആ മജ്ലിസൊക്കെ നടത്തി ഭയങ്കര ദുആ കേട്ട് അയാൾ ആ കാലത്തുള്ള വയലൊക്കെ ഉള്ളാൾ തങ്ങളെയും AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും മറ്റൊക്കെ ഇയാൾ പറഞ്ഞ വയലുകളൊക്കെ ഇങ്ങനെ കേട്ടാൽ തേനൊലിച്ചു പോകും. അത് സൽമാൻ ഉസ്താദ് തോനുണ്ടായിട്ടില്ലേ, കുറച്ചു കാലം ഉണ്ടായിട്ടുള്ളേ, വളരെ കുറഞ്ഞ കാലം ഉണ്ടായിട്ടുള്ളൂ. അതാ ഒന്ന് രണ്ടാ പറഞ്ഞ ക്ലിപ്പുകളുണ്ടല്ലോ, അതൊക്കെ തന്നെ ഉള്ളു, തോനുണ്ടായിട്ടില്ല. പിന്നെ എന്ത് ചെയ്തിച്ചാൽ പിന്നെ മുമ്പിൽ കള്ളത്തരം മനസ്സിലായല്ലോ. അങ്ങനെ ഇതിലേന് പെട്ടെന്ന് മനസ്സിലാകുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഈ കള്ളന്മാരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കുറച്ച് ആളുകളിൽപ്പെട്ട ആളാണ് പേരോട് ഉസ്താദും പൊന്മൾ ഉസ്താദും ഒക്കെ. അപ്പോൾ ആ കള്ളത്തരം മനസ്സിലായപ്പോൾ പിന്നെ ബാഗ് എന്ത് ചെയ്തു, എടുത്ത് പുറത്തേക്ക് ഇട്ടിക്കണം. ഏതാവട്ടെ, ഇയാളെ ഓരോ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഇയാളിപ്പോൾ പണി എന്താ വെച്ചാൽ AP സംഘടന പൊളിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല പണിയും പരമാവധി ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ? ചെയ്തു, പക്ഷെ നടക്കണില്ല. എവിടുന്ന് നടക്കാനാ? ഈ പേരും വലിയ ആൾക്കാർ വന്നിട്ട് പൊളിഞ്ഞിട്ടില്ല. പിന്നെന്താ പൊളിയാൻ പോണ്? അതിന് അവരുടെ പണ്ഡിതന്മാരെയും അവരുടെ നേതാക്കളൊക്കെ കണക്കിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അതൊരു സ്ഥിരം കാഴ്ചയായതുകൊണ്ട് ആരും അത് മൈൻഡ് ചെയ്യാറില്ല. ഒന്നാമത് 1 2 3 4 5 ഇങ്ങനെ എണ്ണാൻ പറ്റുന്ന കുറച്ച് ആളുകളാണ് മുന്നിലുണ്ടാവുക. അവരെന്നെയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവാറെന്നാണ് കേട്ടത്. ഒരു ആംപ്ലിഫയറും ബോക്സും മൈക്കും ഒക്കെ കൊണ്ട് കോഴി കുട്ടികളെ കൊണ്ടുപോകണ പോലെ ഇങ്ങനെ കൊണ്ടുപോവുക, അവരുടെ പരിപാടിക്ക് പോരുക, അപ്പുറത്ത് പോരുക. അതെന്നും ലൈവ് ഉണ്ടാവും. ലൈവ് പറഞ്ഞാൽ എന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലായിടത്തും ഒരേ മാറ്റർ തന്നെയാണ്. ഓടച്ചോനെ, അപ്പൊ വിടൽ മെയ്തു ആണ് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഈ ചങ്ങായി വിടൽ മെയ്തുവിന്റെ മാതിരിയാണ്. വിടൽ മെയ്തു പറഞ്ഞിട്ടൊരു മെയ്തു ഉണ്ടായിരുന്നു. അത് നല്ലൊരു മനുഷ്യനാണ് അയാൾക്ക് അങ്ങനെ പേര് വരാൻ കാരണം അയാൾ എന്ത് ചെയ്യും, നല്ല പാട്ട് പാടും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഒരു ഓട്ടോറിക്ഷയിൽ 2 ബോക്സും ഒരു ആംപ്ലിഫയറും ആയിട്ട് ഇങ്ങനെ ചെല്ലുന്നിട്ട് ഓരോ 10 ആൾ കൂടിയെടുത്ത് നിന്നിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ പാടിയിട്ട് അവിടെ ഒരു പിരിവക്കണ നടത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നതുപോലെയാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത് നൗഷാദ് അല്ലേ? അപ്പോൾ നൗഷാദ് 1 2 3 4 5 ആൾക്കാരുള്ളൂ. പടച്ചോനെ, എന്താ ഉസ്താദ് നിങ്ങൾ ഇത്രമാത്രം താഴ്ത്തി കെട്ടിയല്ലോനെ? ഓൻ തന്നെ ഉസ്താദേ, ഇത് കേട്ടോക്കടാ. AP-ക്കാർ മാത്രമൊന്നുമല്ല ഇപ്പോൾ പറയണേ, എല്ലാവരും പറച്ചിലെടുത്തി. അപ്പോൾ അതങ്ങനെ ആരും മൈൻഡ് ചെയ്യാതെ പോകേണ്ട സാധനമാണത് ചുരുക്കി പറഞ്ഞാൽ. ഏതായാലും ഇപ്പോൾ ഉണ്ടായപ്പോൾ ഒരു പ്രത്യേകമായൊരു ട്വിസ്റ്റ് നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടായ കാരണം അത് പറയും. പിന്നെ സൽമാൻ അസേരി ഉസ്താദ് ഇതിൽ സംസാരിക്കാനുള്ള കാരണം അത് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ആ തെക്ക് ഭാഗത്തുള്ള ഒരു വക്ക് പൊട്ടിയ കോളാമ്പി
അത് ആ കോളാമ്പിയിലൂടെ എൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് ഇവനുണ്ട് പച്ചക്കളവ് പ്രചരിപ്പിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ തെക്ക് ഭാഗത്തുള്ള വക്ക് പൊട്ടിയ കോളാമ്പിയാരാണ് നമ്മൾ അനിലെണ്ണനേക്കാരങ്ങൾ പറയണത്. അനിലെണ്ണനേക്കാരം മൂപ്പരാണ് അങ്ങനെ എല്ലാത്തിലും ഒന്ന് പാഞ്ഞ് ചാടല്. പിന്നെ മൂപ്പരെന്ത് ചെയ്യും, അത് കാര്യം സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് മുണ്ടൂല, പിന്നെ വിഷയം മാറ്റും. അതിന് തിരുത്തൊന്നും ഉണ്ടാവില്ല മൂപ്പരെടുത്ത്. പിന്നെ മൂപ്പരെന്ത് ചെയ്യും, വിഷയം മാറ്റും. അതേക്കാരം അനിലെണ്ണനെ പറ്റിയിട്ടേ കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായും നാസിറു സുന്നയിൽ ഞാൻ അതിൻ്റെ യഥാർത്ഥ വസ്തുത വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു. എന്നാൽ അതിൻ്റെ ശേഷം ആ പറഞ്ഞത് ഇപ്പം ഞാനൊരു കളവ് അറിയാതെ പറയുകയോ തെറ്റിദ്ധരിച്ച് പറയുകയോ ചെയ്താൽ അത് കളവാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധമാണെന്ന് പറയാന്നുള്ള ഒരു സാമാന്യ മര്യാദയല്ലേ? അതുപോലും ചെയ്യാതെ ആ കോളാമ്പി ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ വേറെ വിഷയമാണ് ഓൺ ചെയ്തിട്ടുള്ളത്. ആ കോളാമ്പിക്ക് സത്യം ബോധ്യപ്പെട്ടു, പക്ഷെ തിരുത്തൂല, ഇനി വേറെ വിഷയത്തിലാ പറയാം. അത് നമ്മൾ കുറേ കൈകാര്യം ചെയ്താൽ മുന്നേ ഇത് തൊട്ടിട്ടില്ല. ഈ തെക്കൻ കോളാമ്പിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് വേണ്ടത്ര ക്ലിക്ക് ആകാത്തത് കാരണമോ എന്തോ കോമാടൻ കോളാമ്പിക്കും എൻ്റെ അതേ ക്ലിപ്പ് ആരോ ഇട്ട് കൊടുത്തിട്ട് ഈ വിഭാഗം തന്നെ ആയിരിക്കും. ഇതൊക്കെ ഒരു തരം അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? അല്ലെങ്കിൽ നല്ല യോജിപ്പാണ്. നളന്തകളും നിങ്ങളും ഒന്നായാൽ ഈ സമൂഹം രക്ഷപ്പെട്ടു. യാ നളന്തപ്പേന് പിന്നെ അങ്ങനെ പാഞ്ഞു കൂടുന്നുണ്ട്. ഇപ്പോൾ സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങളുടെ പരിപാടിയിൽ പലയിടത്തും പാഞ്ഞിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നൗഷാദ് അവിടെയും കുടുങ്ങിയേക്കണ്. അതാ രസം. നിങ്ങൾക്ക് ചേക്കേറാൻ പറ്റിയ ടീമാണ് നളന്ത വിഭാഗം എന്ന് പറഞ്ഞാൽ. നളന്ത വിഭാഗത്തിന് ചേക്കേറാൻ പറ്റിയ സ്ഥലമാണ് കോമാടൻ തൊയ്യകത്തും. നല്ല ചേർച്ചയാണ് രണ്ടും. അത് എത്രയും പെട്ടെന്നൊന്ന് യോജിച്ച് കിട്ടിയാൽ നമുക്ക് കുറേ പണി എളുപ്പമാവും. അതിനുള്ള ശ്രമം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഷെയ്ഖിനൊക്കെ എന്ത് ചെയ്യുക, പ്രസിഡന്റും ആകാം, പിന്നെ നൗഷാദിന് സെക്രട്ടറി ആകേ, അങ്ങനെ പറ്റും. ഇരിക്കട്ടെ, ഈ നളന്തകൾ തെക്കൻ കോളാമ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ച അതേപോലെ ഈ സാധുവിനുണ്ട് നമ്മളെ നൗഷാദ് അഹ്സനില്ലേ, കോമാടൻ്റെ കോളാമ്പി. ഈ സാധനത്തിനുണ്ട് ഈ ഇവിടെ സൽമാൻ അസരി ചെറിയൊരു തിരുത്തുണ്ട്. നൗഷാദ് അഹ്സനി എന്നുള്ളത് വേണ്ട, നൗഷാദ് കുട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൗഷാദ് സാഹിബ്, അല്ലെങ്കിൽ നൗഷു എന്നൊക്കെ വിളിച്ചാൽ മതി. അഹ്സനി എന്നുള്ളത് വേണ്ട. പിന്നെ എൻ്റെ അതേ വീഡിയോ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവൻ എന്നിട്ട് ഈ വീഡിയോ വെച്ച് ഭയങ്കര കൊത്തി കയറുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് കഴിഞ്ഞ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്നാൽ നമ്മളെ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യട്ടെ. കാരണം ഈ ജാതിൻ്റെയൊക്കെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും നല്ലത് ഇത് പോലുള്ള പ്രയോഗങ്ങളും പരാമർശങ്ങളുമാണ്. ഉദ്ഘാടനം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പരിപാടി ഉദ്ഘാടനം ചെയ്യണത് നമ്മൾ തോട്ടുമുക്കം സഖാഫി കേട്ടോ. അതാ അല്ലാഹു അക്ബർ മൂപ്പര് വരുമ്പോ മന്നനോ മന്നൻ മതിമറന്നു തൂങ്ങി, മങ്കയോ മങ്ക പൊരുളറിഞ്ഞു തൂങ്ങി, എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങി. ഇൻഷാ അല്ലാഹ് ഇനി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. ഉദ്ഘാടനം ചെയ്ത ആരാണ്? നമ്മളെ തോട്ടുമുക്കം സഖാഫിയാണ്. തോട്ടുമുക്കം സഖാഫി ഇതിൻ്റെ ഉദ്ഘാടനാണ്. ഈ ആദ്യ ഉദ്ഘാടനാണ് കോമാടൻ്റെ ഇതുപോലത്തെ പരിപാടിക്ക് നല്ലത് എന്ന് സൽമാൻ അസരി മനസ്സിലാക്കിയത് കൊണ്ടാണ് തോട്ടുമുക്കത്തിൻ്റെ ആ ഉദ്ഘാടനം തന്നെ കൊടുത്തിട്ടത്. അതുകൊണ്ടാണ് എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങിന്ന് ചോദിച്ചത്. എടാ എരപ്പാളി എന്ന് ചോദിക്കാൻ എന്നതാ അത് ചോദിക്കണത് കോമാടനോടാ, നൗഷാദിനോട്. എന്തിനാ തൂങ്ങിയത്? സത്യം അറിയാതെ എന്തിനാണ് ഇങ്ങനെ തൂങ്ങണത്? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ കാണാം. നമുക്ക് നാളെ ആക്കാം, ബാക്കി നാളെ ആക്കാം. തോനെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ കാണാനൊരു കേൾക്കാനൊരു ഉഷാർ കിട്ടൂല. കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് സൽമാൻ അസേരിയുടെ പരിപാടി ഉദ്ഘാടനം പിന്നെ തോട്ടുമുക്കം നടത്തി. ഇനി പിന്നെ മുഖ്യപ്രഭാഷണം എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. അസ്സലാമു അലൈക്കും.